തൃശൂർ ജില്ലയിലും വ്യാപക മഴ. വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. മഴയെ തുടർന്ന് KCB ലിമിറ്റഡിന്റെ കീഴിലുള്ള പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും വ്യാപക മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ വ്യാപക മഴ. വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 3 മരണങ്ങളാണ് അതിശക്തമായ മഴയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഭരിത ചേരുന്നുണ്ട്. ഭരിത, എങ്ങനെയാണ് മഴക്കെടുതി രൂക്ഷമാണോ? അതീവ ഗുരുതര സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് മഴയെ തുടർന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ജീന, അതിശക്തമായ മഴ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇപ്പോൾ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. മഴയെ മാത്രമല്ല, കനത്ത മഴയെ തുടർന്ന് റോഡ് അപകടങ്ങളും കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തൃശൂരിൽ ഒല്ലൂരിലാണ് ഇന്ന് പുലർച്ചെ ഒരു അപകടം നടന്നത്. ഇവിടെ 2 പേരാണ് മരണപ്പെട്ടത്. അതിനുശേഷം വടക്കാഞ്ചേരിയിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ റോഡ് അപകടമുണ്ടായി. അതിനെ തുടർന്ന് 39 വയസ്സുള്ള ഫാത്തിമ സുഹറയും മരിച്ചിട്ടുണ്ട്. ഇത് കനത്ത മഴയുടെ സാഹചര്യത്തിൽ വാഹനാപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഈ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഒരുപാട് നിർദ്ദേശങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രി യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയിലെ മലയോര മേഖലയായ അതിരപ്പള്ളി മേഖലയിലേക്ക് 7 മണിക്ക് മുതലും അതുപോലെ തന്നെ രാവിലെ 6 മണി വരെയുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചെക്ക് പോസ്റ്റുകളിലും പ്രധാന റോഡുകളിലും കർശന പരിശോധന നടത്തി വരികയാണ്. അതുപോലെ തന്നെ ടൂറിസം കാര്യങ്ങൾക്ക്, അതായത് ട്രക്കിംഗ്, ക്യാമ്പിംഗ് തുടങ്ങിയ ടൂറിസം നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. മറ്റൊന്ന്, ദേശീയപാത പണികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വരുന്നുണ്ട്. തീരദേശ മേഖലയിലും കടൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വെള്ളക്കെട്ട് മൂലം മാറി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂരിൽ പലയിടങ്ങളിലും വീടുകളിലും റോഡുകളിലും വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഗുരുവായൂരിൽ തൊഴിയൂരിൽ തെങ്ങ് മുറിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആയിരങ്കണ്ണി നദിയിലെ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. പുത്തൂർ കല്ലുകുന്ന് വീടിന്റെ മതിലിടിഞ്ഞു വീണിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങളാണ് നിലവിൽ ജില്ലയിലുള്ളത്. എന്നാൽ മഴ അതിശക്തമായി തന്നെ ജില്ലയിൽ തുടരുകയാണ്. ജീന, ശരി. തൃശൂർ ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. അതിശക്തമായ മഴ തുടരുകയാണ്. ഭരിത പ്രതാപാണ് വിവരങ്ങൾ നൽകിയത്.